സാറേ, വയനാടുണ്ടായ ദുരന്തം ഇപ്പോൾ 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 7ഓളം പേരെ കാണാനുണ്ട്. ഞാൻ ഈ യാത്രാമധ്യയാണ് ഈ വിവരം അറിയുന്നതും പല ദിക്കിൽ നിന്നും എൻ്റെ ഓഫീസിൽ നിന്നും ഒക്കെ വന്ന വീഡിയോസാണ് കാണാനും ഇടയായിട്ടുള്ളത്. വളരെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമാണ്. നാടിൻ്റെയും രാജ്യത്തിൻ്റെയൊക്കെ വികസനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു വിഭാഗം ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പം ആ വേദന കൂടും. ഞാൻ ഈ കിട്ടിയ മെറ്റീരിയലെല്ലാം പ്രധാനമന്ത്രിയുടെ റെസിഡൻസിലേക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഭാരതത്തിന് പുറത്തായതുകൊണ്ടും അദ്ദേഹത്തെ അത് ഇപ്പോൾ അറിയിച്ച് കാണും. അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും. ഏതായാലും നമുക്കിപ്പം അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ. 3 പേരാണ്, കൂടുതലുണ്ടാവാതിരിക്കട്ടെ. 9 പേര് ആശുപത്രിയിലാണെന്ന് കളക്ടറുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്ന് ഭയപ്പെടുന്നു. 7 പേരെ കാണാനില്ല. അതെ, 5 പേര് മിസ്സിംഗ് എന്നാണ് പറഞ്ഞത്. നോക്കാം. അല്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിധിക്കുള്ളിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താവശ്യപ്പെട്ടാലും എത്രയും പെട്ടെന്ന് തന്നെ ഏത് ഫോഴ്സായി അത് കളക്ടർ പറഞ്ഞത് ഒരാഴ്ചയ്ക്ക് മുമ്പ് താക്കീത് കൊടുത്തതാണ്. മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞിട്ടും അത് മാറ്റിയില്ലെങ്കിൽ നമുക്കിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും നമുക്ക് ദുരന്തം അല്ല, ഇത് പാഠമാവണം. നമ്മളെപ്പോഴും അതാണ് പറയുന്നത്. ഇതിനി സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. പക്ഷെ ഇനി സംഭവിക്കരുത് എന്ന് പറയുന്ന കരുതൽ ഒരിക്കലും തുടർന്നുണ്ടാവുന്നില്ല. ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ വയ്യ. ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കർശനമായ നടപടിയും സർക്കാർ എടുക്കും. കേരള സർക്കാർ എടുക്കും. അല്ല, അതെ, ആ മണ്ണ് മാറ്റണം എന്ന് കളക്ടർ ആവശ്യപ്പെട്ടിരുന്നതാണ്. വാർണിംഗ് തന്നെ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയുമ്പോൾ ഇത് മനുഷ്യനിർമ്മിതമാണ്, അലംഭാവം കൊണ്ടാണെന്നൊക്കെ പറയേണ്ടി വരുന്നെങ്കിലും നഷ്ടപ്പെട്ടത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അത് വേദന ഉള്ള നഷ്ടവുമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും. അല്ല, ഇനി അങ്ങോട്ട് ഇതിൻ്റെ കാഠിന്യം ഏറും. ഇതിൻ്റെ ഒരു വർക്ക് സ്പോട്ടിലുണ്ടാവാവുന്ന ഓരോ ഘട്ടത്തിലും ഉണ്ടാവാവുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ഒരു മുൻകരുതലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചിലപ്പം വിമർശനത്തിൻ്റെ ഭാഗമായിരിക്കും. പലപ്പോഴും വികസനത്തിന് എതിര് നിൽക്കുന്നവരുടെ അഭിപ്രായ പ്രകടനം മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇത്രയും വലിയൊരു പദ്ധതിയൊക്കെ അങ്ങനെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് പഠിക്കാതൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ തന്നെ നമ്മുടെ അതിനുവേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു വിഭാഗം അതിനെ തടയില്ലേ? അങ്ങനൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് ബഹുമാനീയനായ മുഖ്യമന്ത്രി അതിനുള്ള സംഘത്തെ നിയോഗിച്ച് അങ്ങനെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പഠനം നടത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ. Anything they ask for, anything. I think now it is perfectly under the control of the state government. If they need more forces, expertise, then they will definitely ask for it. And it is always there, assured. Assistance of people. Definitely. It's a responsibility. It is. It's not service or help. It is a responsibility. Only thing is, we have the cooperative federalism structures intact.
So we cannot penetrate, but if the state government feels, if the disaster management feels that there are inadequacies, then definitely we will be roped in. സ്ഥിതിഗതികളെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അറിയിച്ചിട്ടുണ്ടല്ലേ? ഇതുവരെ ഉള്ളത് എനിക്ക് കിട്ടിയ മെറ്റീരിയൽ എല്ലാം അയച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.